മാതാവിൻ്റെ ചെസ്റ്റഹോവ് പോളണ്ടിലാണിത് ഉള്ളത്. അപ്പം മാതാവിനെ ഉണർത്തുന്ന ഒരു രീതിയായിട്ടാണ് എല്ലാ ദിവസവും രാവിലെ മാതാവ് ഉറങ്ങി എന്നുള്ളതല്ല, കാരണം അത് എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് പറയുക, മാതാവിനെ ഉണർത്തുകയാണെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് എവിടെയും വേറെ ഭൂമിയിൽ എവിടെയും കണ്ടിട്ടില്ലെന്നുള്ളത് തന്നെയാണ്. അതാ ഈ ഒരു കാര്യം കണ്ടോ, ഒരു വലിയൊരു ജെമ്മാണത്. പിന്നെ മുകളിൽ അതുപോലെ തന്നെ ഒരു ചുമന്ന കളറിലുള്ളതായിട്ടുള്ളത്. അത്രയും വില കൂടി. ഇത് മുഴുവനും ഗോൾഡാണ് ഇംപ്രിൻ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ റോസ് ഇത് ഗോൾഡാണ്. അവിടെ മുഴുവൻ ലൈറ്റ് വരാത്തതുകൊണ്ട് ഈ കളറിൽ കാണുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനിപ്പറയും ഇവിടെ ഒരു ചെങ്കോല് മാതിരി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 3 പ്രാവശ്യം ഇവിടെ കാണാൻ പറ്റി. ഞാൻ 3 പ്രാവശ്യം ഇവിടെ പോയി. നമ്മൾ സെയിൻറ്റ് ഫൗസ്റ്റീനാണ്ട് അവിടുന്ന് കാറിൽ ഒരു 4 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണമായിരുന്നു, നാഷണൽ ഹൈവേ കൂടെ. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോളണ്ടിൽ ചെന്നപ്പോൾ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്, എനിക്ക് ഈ ബ്ലാക്ക് മഡോണയെക്കുറിച്ച് അറിയുന്നേ ഉണ്ടായില്ല, പക്ഷേ ദൈവം എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്ത് തന്നു. അതാണ് അതിലെ ഏറ്റവും വലിയൊരു കാര്യം. രാവിലെ കുർബാനയ്ക്ക് മുൻപ് ഈ ഒരു കാര്യം നടത്തും അവർ. വലിയ മ്യൂസിക്കോടൊക്കെ കൂടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് നോക്കണേ. എന്താണ് ശരിക്കും ഇപ്പോൾ ഒരു മ്യൂസിക് വരുമ്പം ഇതൊരു കേർട്ടൻ മാതിരിയാണ്, അത് മുകളിലോട്ട് ഉയർത്തുന്നതാണ്. കുർബാനയ്ക്ക് മുൻപ് എല്ലാ ദിവസവും രാവിലത്തെ കുർബാനയ്ക്ക് 3 പ്രാവശ്യം ഇത് കാണാൻ പറ്റും ഒരു ദിവസം. അതാ ബെല്ലടിച്ചു, ശ്രദ്ധിച്ചോണേ. അതാ മെല്ലെ അത് ഉയരുന്നുണ്ട് കേട്ടോ. അടിയിലുള്ള ഇതിൻ്റെ പിന്നിലുള്ള ആ ഈശോ ഉണ്ണിയെ കയ്യിലെടുത്തിട്ടുള്ള ബ്ലാക്ക് മഡോണയുടെ ഇതാണിത്. കണ്ട, ഇപ്പം ഇത് ഉണ്ണീശനെ കണ്ടു തുടങ്ങി. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് ഉണ്ണീശോയെ. എങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ. അതാ
ഇതുപോലെ തന്നെ രാത്രി പള്ളി പൂട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അടച്ചിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുർബാനയ്ക്ക് സമയമായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇത് കാണുന്ന ആൾക്കാരെ മാതാവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയും വെളുപ്പിന് തന്നെ എത്ര പേരാണ് നിറയെ പള്ളിയിൽ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചോ. ബസിലിക്ക പള്ളിയാണ്, നിറയെ ആളുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കട്ടെ.